നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പാചകം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല കരിക്ക് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു കിണ്ണത്തപ്പമാണ്. ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ചേരുവകളെ ആവശ്യമുള്ളൂ. അരിപ്പൊടി, പഞ്ചസാര, തേങ്ങാപ്പാൽ, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചേരുവകൾ. ഞാനിവിടെ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുത്ത വറുത്ത അരിപ്പൊടിയാണിത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 3-1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. പിന്നെ നമ്മുടെ കിണ്ണത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമുക്കിതിന് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തു. അപ്പം നമുക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എടുത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണിത്. കിണ്ണത്തപ്പം നമുക്ക് സോഫ്റ്റായി കിട്ടാനുള്ള ഒന്നാമത്തെ ഒരു ടിപ്പാണ്. നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം നമ്മൾ ഇതിനായിട്ട് റെഡിയാക്കാൻ. തേങ്ങാപ്പാലിൻ്റെ അളവ് കുറഞ്ഞ്, അതായത് ബാറ്ററിന്റെ കട്ടി കൂടിയാൽ കിണ്ണത്തപ്പം ഹാർഡായി പോകും. പക്ഷെ ഒരളവിലും കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്താൽ ബാറ്റർ ഒരുപാട് ലൂസായി പോകും. പിന്നെ നമ്മളിത് ആവിയിൽ വേവിച്ച് കഴിയുമ്പോൾ കിണ്ണത്തപ്പം സെറ്റാക്കി കിട്ടില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി വീടിനടുത്തുള്ള മില്ലിൽ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അരിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും തേങ്ങാപ്പാലിന്റെ അളവിന്. ഇനി നമുക്കിത് ഇതിലെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനും പിന്നെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു കിട്ടാനായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് നേരം ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ബൗളിലേക്ക് തന്നെ ഒഴിച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഇത് അനക്കാതെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഈ ബാറ്ററിന് കട്ടി കൂടിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിപ്പോൾ വേറെ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്നത് ഒരു കിണ്ണത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിന് കിണ്ണത്തപ്പം എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് എണ്ണ പരട്ടി കൊടുക്കണം. നമ്മളിത് വേവിച്ച് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വളരെ കനം കുറച്ച് വേണം കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ജീരകം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്കിത് അപ്പച്ചമ്പിൽ വെള്ളം തിളപ്പിച്ച് ഒരു തട്ട് വെച്ച് കൊടുത്ത് അതിന്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇത് നമുക്കിനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ കിണ്ണത്തപ്പം മുറിക്കാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം, കഴിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ കനത്തിലാണ് ഇതിൻ്റെ മാവ് വന്നിരിക്കുന്നത്. ഇത് 1/4 സെന്റിമീറ്റർ കനത്തിൽ ഞാൻ ജീരകം ഒന്നും ചേർക്കാതെ വേവിച്ചെടുത്ത കിണ്ണത്തപ്പമാണ്. ഈ കിണ്ണത്തപ്പം കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. മലബാർ സൈഡിൽ ചെയ്യുന്ന കിണ്ണത്തപ്പം ഇതിലും വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.